പാകിസ്ഥാനിൽ ചില നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഈ അസിം മുനീറിൻ്റെ പദവിയുടെ കാലാവധി നീട്ടാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ പട്ടാള മേധാവിയായ അസിം മുനീർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്രമാത്രം ആണ് എന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനപ്പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. പാകിസ്ഥാനകത്ത് തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. തൊട്ടടുത്ത രാജ്യമായ ഇറാനുമായും ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയാതെ പോയൊരു പട്ടാള മേധാവിയാണ് അസിം മുനീർ. പക്ഷേ അത്തരത്തിലൊരാളെ അവിടെ അധികാര സ്ഥാനത്തിൽ പിടിച്ചു നിർത്താനുള്ള വലിയ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് തയ്യാറെടുക്കുകയാണ്. അത് അവതരിപ്പിക്കാൻ ആയിട്ടവർ ഒരുങ്ങുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ കാലാവധി ഇതുകൊണ്ട് നീട്ടും എന്നാണ് കരുതുന്നത്. അപ്പോൾ 2027 ശേഷവും അദ്ദേഹം അധികാരത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ 2022 വിരമിക്കേണ്ടയാളാണ് അസിം മുനീർ. 2022 നവംബറിൽ കരസേനാ മേധാവിയായി നിയമിതൻ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ജനറൽ അസിം മുനീർ ഫലത്തിൽ അന്നൊരു വിരമിക്കലിൻ്റെ വക്കിലായിരുന്നു. ലഫ്റ്റനൻറ്റ് ജനറൽ എന്ന നിലയിൽ അദ്ദേഹം വിരമിക്കേണ്ട ഒരു സാധ്യതയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും അസിം മുനീർ 2022 നവംബർ 27 വിരമിക്കേണ്ട അസിം മുനീർ അങ്ങനെ തൻ്റെ കാലാവധി അങ്ങനെ കൂടുതൽ ആക്കി അന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ മുനീറും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് വിരമിക്കേണ്ട ആളുകൾ ആയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്ത് ചെയ്തു? 2022 നവംബർ 24 ലഫ്റ്റനൻറ്റ് ജനറൽ ആയിരുന്ന അസിം മുനീറിനെ പുതിയ കരസേനാ മേധാവിയാക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം കുറേ കൂടി സമയം നീട്ടി നൽകുന്ന ഒരു നടപടി ഉണ്ടായി. ജനറൽ പദവി ലഭിച്ചു, സ്ഥാനക്കയറ്റം ലഭിച്ചു. അപ്പോൾ വിരമിക്കൽ തീയതിയും കുറേ കൂടി നീണ്ടു. അപ്പോൾ ഇതിൻ്റെ ശേഷം ഇദ്ദേഹം 3 വർഷത്തേക്കാണ് ആദ്യം ഈ കാലാവധി നീട്ടിയത്. പിന്നീട് അത് 2024 അതായത് കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് അത് 5 വർഷത്തേക്ക് ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 2027 നവംബറിൽ അത് അയാൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ പാകിസ്ഥാനിലൊരു ചെറിയ പ്രശ്നം, ഫീൽഡ് മാർഷലിൻ്റെ പദവി എന്താണ് എന്നത് കൃത്യമായൊരു നിർവചനമില്ല. പ്രധാനമായി അത് ആചാരപരവും ചരിത്രപരവും പ്രതീകാത്മകവുമാണ് എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. ഏതായാലും പാകിസ്ഥാൻ്റെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനം ഇല്ല. അപ്പോൾ ഒരു ഫീൽഡ് മാർഷലിൻ്റെ വിരമിക്കൽ, സേവന വ്യവസ്ഥകൾ, ഇതൊന്നും ഭരണഘടന അത് കൃത്യമായി പറയുന്നില്ല. ഇത് മുനീറിൻ്റെ ഭാവി അവ്യക്തമാക്കുന്നു എന്ന് അന്ന് തന്നെ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ഭരണഘടനയുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ തുടരാനാണ് ഇപ്പോൾ മുനീർ ഒരു ശ്രമം നടത്തുന്നത്. അതിനുവേണ്ടി പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂട് ഇപ്പോൾ അതിനുവേണ്ടി നിർമ്മിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇസ്ലാമാബാദിൽ രാഷ്ട്രീയവും അതുപോലെ സ്ഥാനപരവുമായ ചില സംഘർഷങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം എന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. ഏതായാലും ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 27ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന തരത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ കാലാവധി നിയമപരമായി നീട്ടുന്നതിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അതിലെ അവ്യക്തത പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഈ വർഷം ആദ്യം ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച മുനീർ നവംബർ 28 എന്തായാലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കൂടുതൽ നീട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മുൻ സർക്കാരിൻ്റെ കീഴിലുള്ള നിയമപരിഷ്കാരത്തിലൂടെയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി കാലാവധി നീട്ടി വാങ്ങിച്ചത്. അസിം മുനീറിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു ഭരണഘടന അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നതിനാൽ അത് ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസും അവിടുത്തെ റാവൽപിണ്ടി ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ ഇപ്പോൾ അവിടെയൊക്കെ ചില തീവ്രമായ കൂടിയാലോചനകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ആർമി ആക്റ്റോ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 സായുധ സേനയുടെ കമാൻഡും നിയന്ത്രണവും നിർവചിക്കുമ്പോൾ അവിടെ ഈ തരത്തിലൊരു ഫീൽഡ് മാർഷലിൻ്റെ സ്ഥാനം അംഗീകരിക്കുന്നില്ല, അതിനെപ്പറ്റി നിർവചിക്കുന്നില്ല. തത്ഫലമായി സർക്കാരിൻ്റെ 27ാമത്തെ ഭേദഗതി ഫീൽഡ് മാർഷലിൻ്റെ പദവി, അധികാരങ്ങൾ, സേവന നിബന്ധനകൾ എന്നിവ
ഒക്കെ ഔപചാരികമായി നിർവചിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243 ഭേദഗതി നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സൈനിക മേധാവിക്ക് തുടരാൻ കഴിയും, അത് ഏത് തരത്തിൽ തുടരാൻ കഴിയും എന്നൊക്കെ ഇപ്പോൾ ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വരും. അപ്പോൾ ഭരണഘടനാ കോടതികൾ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളുടെ പുനഃസ്ഥാപനം, ജഡ്ജിമാരുടെ സ്ഥാനമാറ്റം ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഒക്കെ സർക്കാർ പുനഃക്രമീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. PPP എന്ന പാർട്ടിയുടെ ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി ഇത് കഴിഞ്ഞിടയ്ക്ക് തുറന്നു പറയുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ഖനികളുടെയും ധാതുക്കളുടെയും ഒക്കെ നിയന്ത്രണം പ്രവിശ്യകളിൽ നിന്ന് ഫെഡറൽ സർക്കാരുകളിലേക്ക് മാറ്റുന്നു എന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് വലിയ തോതിൽ വിവാദമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊക്കെ താല്പര്യമുള്ള ഒരു വിഷയമാണ് അവിടുത്തെ ഈ ധാതുശേഖരം. അതോടൊപ്പം വിദേശ നിക്ഷേപം സുഗമമാക്കുന്നതിന്, അമേരിക്കയും ചൈനയുമായുള്ള കരാറുകൾ സുഗമമാക്കുന്നതിനൊക്കെ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നു. നമുക്കറിയാം, ചില പ്രാദേശികമായ എതിർപ്പുകൾ അവിടെ ഖൈബർ പക്തുൻക്വയിൽ, ബലൂചിസ്ഥാനിൽ, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചമർത്താനൊക്കെ ഉള്ള ഒരു നിയമപരമായ നീക്കം അവിടെ നടക്കുന്നു എന്നതാണ് കാണേണ്ടത്. അപ്പോൾ വിപുലമായ ഒരു ഭരണഘടനാ മാറ്റത്തിന് അവിടെ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഏത് തരത്തിൽ ആണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കേണ്ട ഒന്നാണ്. കാരണം ഈ അതിർത്തി രാജ്യങ്ങളുമായെല്ലാം നല്ല ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരു പട്ടാള മേധാവിയാണ് അവിടെ ഇപ്പോൾ കൂടുതൽ അധികാരം പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അയാളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ സ്ഥാനം അങ്ങനെ കൂടുതൽ സംരക്ഷിക്കപ്പെടുമ്പോൾ അത് അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കമാണ്. മുനീർ ഏത് തരത്തിലാണ് ഇനി പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തനാകുക എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ പലപ്പോഴും അയാളുടെ പ്രതികരണങ്ങൾ, വാക്കുകളൊക്കെ രാജ്യത്തെ, അതായത് പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സമാനമായ രീതിയിൽ ആകുമോ എന്ന ആശങ്ക അവിടെ തുടരുകയാണ്.